തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഗുരുതര വീഴ്ച. പാത്തോളജി ലാബിലേക്ക് അയച്ച പരിശോധനാ സാമ്പിളുകൾ മോഷണം പോയി. ആക്രിക്കാരൻ പോലീസ് കസ്റ്റഡിയിൽ. വിവരങ്ങളുമായി വിനയ രാജ് ചേരുന്നുണ്ട്. വിനയ, മെഡിക്കൽ കോളേജിലാണ് ഗുരുതര വീഴ്ച. എന്താണ് സംഭവം? കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ്? ആതിര, തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ജീവനക്കാരുടെ ഭാഗത്തു നിന്നുമുണ്ടായ ഒരു ഗുരുതര വീഴ്ച എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. ഇന്നലെയാണ് ഈ കേസിന് ആസ്പദമായിട്ടുള്ള സംഭവം നടന്നത്. തിരുവനന്തപുരത്തുള്ള വിവിധ മെഡിക്കൽ കോളേജുകളിൽ നിന്നായി കൊണ്ടുവന്ന ശരീരഭാഗങ്ങൾ, അതായത് 17 പേരുടെ ഭാഗങ്ങളാണ് മോഷണം പോയിട്ടുണ്ടായിരുന്നത്. ആക്രി എന്ന് കരുതി മോഷ്ടിച്ചതാണ് എന്നാണ് ഇപ്പോൾ നിലവിൽ ഈ പോലീസിന്റെ കസ്റ്റഡിയിലുള്ള ആക്രിക്കാരൻ പറയുന്നത്. അതായത് ഈ ശസ്ത്രക്രിയയ്ക്ക് ശേഷം ഈ രോഗികൾക്ക് മറ്റെന്തെങ്കിലും തരത്തിലുള്ള അസുഖങ്ങളുണ്ടോ എന്ന് കണ്ടെത്തുന്നതിന് വേണ്ടിയാണ് ഈ ശരീരഭാഗങ്ങൾ പാത്തോളജി ലാബിലോട്ടും മറ്റ് ലാബുകളിലേക്കും അടക്കം അയക്കുന്നത്. അത്തരത്തിലാണ് ഇന്നലെ 17 രോഗികളുടെ ശരീരഭാഗങ്ങൾ ഈ പാത്തോളജി ലാബിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം ഒരു ആംബുലൻസ് ഡ്രൈവറും അറ്റൻഡറുമായിരുന്നു ഈ ശരീരഭാഗങ്ങൾ കൊണ്ടുവന്നിരുന്നത്. അതിനുശേഷം ഈ പാത്തോളജി ലാബിന്റെ സ്റ്റെയർ കേസിന്റെ താഴെയായിരുന്നു ഈ ശരീരഭാഗങ്ങൾ അടങ്ങിയ ഒരു ബോക്സ് വെച്ചിട്ടുണ്ടായിരുന്നത്. മറ്റു ശരീരഭാഗങ്ങൾ മറ്റു ഈ ലാബുകളിലേക്ക്, മൈക്രോബയോളജി ലാബുകളിലേക്കും മറ്റും കൊണ്ടുപോയിട്ട് തിരികെ വരുമ്പോഴാണ് ഇത്തരത്തിലുള്ള ഈ ഒരു ബോക്സ്, ശരീരഭാഗങ്ങൾ അടങ്ങിയ ബോക്സ് കാണാതെയാകുന്നത്. തുടർന്ന് ഈ അറ്റൻഡർ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് പോലീസ് അധികൃതരെ വിവരം അറിയിക്കുകയായിരുന്നു. അതിനുശേഷം പോലീസ് നടത്തിയ പരിശോധനയിലാണ് ഈ ആക്രിക്കാരനെ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നത്. ഇതര സംസ്ഥാന തൊഴിലാളിയായിട്ടുള്ള ഒരു ആക്രിക്കാരനായിരുന്നു അയാൾ. പ്രധാനമായും നിലവിൽ ഇപ്പോൾ ഇയാൾ പോലീസിന്റെ കസ്റ്റഡിയിലാണ്, മെഡിക്കൽ കോളേജ് പോലീസിന്റെ കസ്റ്റഡിയിലാണ് ഇയാൾ ഉള്ളത്. ഇയാൾ പറയുന്നതനുസരിച്ചാണെങ്കിൽ ആക്രിയാണെന്ന് കരുതിയാണ് താൻ ഈ സാധനം എടുത്തത്, അല്ലെങ്കിൽ താൻ ഈ ബോക്സ് എടുത്തതെന്നാണ് പോലീസിന് ഇയാൾ നൽകിയ മൊഴി അനുസരിച്ച്. എന്തായാലും തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ജീവനക്കാരുടെ ഭാഗത്തു നിന്നുമുണ്ടായ ഒരു ഗുരുതര വീഴ്ച എന്ന് തന്നെ നമുക്ക് ഇതിനെ പറയാൻ സാധിക്കും. കാരണം ഒരു സുരക്ഷയുമില്ലാതെയാണ് ഈ സാധനങ്ങൾ 17 പേരുടെ ഈ ശരീരഭാഗങ്ങൾ അടക്കം തന്നെ കൊണ്ടുവരുന്നതും അതിനുശേഷം ഈ സ്റ്റെയറിന് താഴെ വെച്ച് മറ്റു ലാബുകളിലേക്കും മറ്റും കൊണ്ടുപോകുന്നതിനായി മറ്റു ബോക്സുകൾ, അതായത് മറ്റു ശരീരഭാഗങ്ങൾ അടങ്ങിയ ബോക്സുകൾ അടക്കം ഈ മൈക്രോബയോളജി ലാബിലേക്കും മറ്റും കൊണ്ടുപോകുന്നതും തിരികെ വന്നപ്പോഴാണ് ഈ മോഷണം നടന്ന സംഭവം അറിഞ്ഞിട്ടുണ്ടായിരുന്നത്. അത്തരത്തിൽ തീരെ ഉത്തരവാദിത്തമില്ലാതെയാണ് പെരുമാറിയത് എന്ന് കാണിക്കുന്ന തരത്തിലുള്ള ഒരു വാർത്ത തന്നെയാണ് ഇപ്പോൾ എന്തായാലും പുറത്തു വന്നിരിക്കുന്നത്. നിലവിൽ എന്തായാലും ഈ ആക്രിക്കാരൻ പോലീസിന്റെ കസ്റ്റഡിയിലാണുള്ളത്. ഇയാൾ ഒരു മോഷ്ടാവാണ്, അല്ലെങ്കിൽ മോഷ്ടിച്ചതാണ് എന്ന് പറയാൻ സാധിക്കില്ല എന്ന് തന്നെയാണ് പോലീസ് അടക്കം വ്യക്തമാക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. കാരണം ഇതൊരു ആക്രി സാധനമാണ് എന്ന് കരുതിക്കൊണ്ടാണ് ഈ ആക്രിക്കാരൻ എടുത്തതെന്നാണ് പോലീസ് അടക്കം ഇപ്പോൾ വ്യക്തമാക്കുന്ന കാര്യം. ആതിര, പിന്നെ അതുപോലെ തന്നെ ഈ ആശുപത്രി അധികൃതർ എന്തെങ്കിലും പ്രതികരണം സംഭവത്തിൽ നൽകുന്നുണ്ടോ? അന്വേഷണം ഇപ്പോൾ എങ്ങനെയാണ് പുരോഗമിക്കുന്നത്? പ്രധാനമായും ഈ ആശുപത്രി അധികൃതരുടെ ഭാഗത്തു നിന്നും ഒരു വിശദീകരണം വന്നിട്ടില്ല. ഈ മെഡിക്കൽ കോളേജ് ജീവനക്കാരുടെ ഭാഗത്തു നിന്നുമുണ്ടായ ഗുരുതര വീഴ്ച എന്ന് തന്നെയാണ് ഇപ്പോൾ ഉയരുന്ന ഒരു പ്രധാനപ്പെട്ട ആരോപണം എന്ന് പറയുന്നത്. കാരണം ഇത്തരത്തിൽ 17 പേരുടെ സാമ്പിളുകൾ അടങ്ങിയ ബോക്സാണ് മോഷണം പോയിട്ടുണ്ടായിരുന്നത്. എന്ത് വിശ്വസിച്ചിട്ടാണ് ഈ പാത്തോളജി ലാബിലേക്ക് മറ്റും അയക്കുന്നത് തുടങ്ങിയ ആരോപണങ്ങൾ അടക്കം തന്നെ ഇപ്പോൾ ഉയർന്നു വരുന്ന ഒരു സാഹചര്യമുണ്ട്. കൂടാതെ തന്നെ ഇതൊരു മോഷണം അല്ലെങ്കിൽ മോഷ്ടിച്ചതാണ് എന്നും നമുക്ക് പറയാൻ സാധിക്കില്ല. കാരണം ഒരു സ്ഥലത്ത് വെച്ചിട്ട് പോകുന്നു, ഈ ശരീരഭാഗങ്ങൾ അടങ്ങിയ ഒരു ബോക്സ് ഒരു സ്ഥലത്ത് വെച്ചിട്ട് പോകുന്നു. അത് ആക്രി സാധനമാണെന്ന് കരുതിക്കൊണ്ട് ഒരു ആക്രിക്കാരൻ അത് എടുത്തുകൊണ്ട് പോകുന്നു. ഇത്തരത്തിൽ അയാളെയും ഒരു കുറ്റക്കാരൻ എന്ന് പറയാൻ സാധിക്കില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ പോലീസ് അടക്കം വ്യക്തമാക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. കാരണം ഇതൊരു മോഷണത്തിന് വേണ്ടി എടുത്ത മുതലല്ല, അല്ലാതെ ഈ ആക്രിയാണെന്ന് കരുതിയെടുത്ത സാധനമാണ്. അതുകൊണ്ട് തന്നെ മോഷണ ശ്രമത്തിനുള്ള ഒരു കേസും ഇയാൾക്കെതിരെ രജിസ്റ്റർ ചെയ്യാൻ സാധിക്കില്ല എന്നടക്കം പോലീസ് എന്തായാലും വ്യക്തമാക്കുന്നുണ്ട്. ആശുപത്രി അധികൃതർക്കെതിരെ ഇപ്പോൾ രൂക്ഷമായ വിമർശനങ്ങളാണ് ഉയർന്നു വരുന്നത്. നിലവിൽ എന്തായാലും ആശുപത്രി അധികൃതരുടെ ഭാഗത്തു നിന്നും ഒരു വിശദീകരണം വന്നിട്ടില്ല. നിലവിൽ ഈ മോഷ്ടാവ്, അതായത് ഈ ആക്രിക്കാരൻ ഇപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ്, അതായത് പോലീസിന്റെ കസ്റ്റഡിയിലാണുള്ളത്. ഇയാളുടെ മൊഴി അനുസരിച്ചാണ് ഇത് ആക്രിയാണെന്ന് കരുതിയാണ് എടുത്തതെന്നാണ് ഇയാൾ പോലീസിന് നൽകിയ മൊഴി അനുസരിച്ച്. ഇതിൽ കൂടുതൽ അന്വേഷണം എന്തായാലും നടത്തി വരികയാണ്. ആതിര,
ശരി വിനയ, തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലാണ് ഗുരുതര വീഴ്ച ഉണ്ടായിരിക്കുന്നത്. പാത്തോളജി ലാബിൽ പരിശോധനയ്ക്ക് ശേഖരിച്ച ശരീരഭാഗങ്ങൾ ആക്രിക്കാരൻ എടുത്തു. ആക്രിക്കാരനെ മെഡിക്കൽ കോളേജ് പോലീസിന്റെ കസ്റ്റഡിയിലാണുള്ളത്. എടുത്തത് പാഴ്വസ്തു എന്ന് കരുതിയെന്നാണ് ആക്രിക്കാരന്റെ മൊഴിയുള്ളത്. വിവരങ്ങൾ നൽകുകയായിരുന്നു വിനയ. തിരിച്ചെത്താം ഒരിടവേള.